ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് മാർക്കറ്റിൽ കരിക്ക് കുടിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെൽക്കം ബാക്ക് മൈ ഫ്രണ്ട്സ് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പോകുന്നത് കരിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോവാണ്. ഇതാണ് ഞാൻ അവസാനമായി ജോലി ചെയ്ത ഫർസാന ട്രേഡിംഗ്. ഇവിടെ ഞാൻ 1.5 വർഷത്തോളം ജോലി ചെയ്തു. ഇപ്പോൾ ഞാൻ വേറെ കമ്പനിയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ നട്ടുച്ച നേരമാണ്. സൈക്കിളിൽ പല ആൾക്കാരും പോകുന്നുണ്ട്. അതാണ് സൈക്കിൾ പാർക്കിംഗ് ഏരിയ. അവിടെ കുടിവെള്ളമുണ്ട്. ഇതാണ് പഴയ തപാൽ ഓഫീസ്. പണ്ടുള്ള ലെറ്ററൊക്കെ ഇതിലൊക്കെ വന്ന് ആൾക്കാർ ഇതിലൂടെ ഓരോരോ നമ്പർ ബേസായിട്ട് അവർ ഇതൊക്കെ എടുത്ത് വായിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഉപയോഗം കുറവാണ്. ഇപ്പോൾ ഡെലിവറി സർവീസും ഒക്കെ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ അവിടെ നീങ്ങുകയാണ്. ഇവിടാണ് ആംബുലൻസും പോലീസ് സ്റ്റേഷനൊക്കെ ഉള്ളത്. ഇവിടെയാണ്. പെട്ടെന്ന് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡുണ്ട്. അതുള്ളവിടെ പെട്ടെന്ന് അവർക്ക് എല്ലായിടത്തും ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ മാർക്കറ്റിലോട്ട് ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. പോകുന്ന വഴിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാക്കയെ കാണുന്നത്. കാക്കയാണെങ്കിൽ ചൂടത്ത് ദാഹിക്കുന്നുണ്ട്. പിന്നെ ഒരു വെള്ളപ്രാവിനെയും കണ്ട് അങ്ങനെ ഞാൻ മെല്ലെ അങ്ങോട്ട് പോകുമ്പോൾ കാക്കയാണെങ്കിൽ ദാഹിച്ചു വലഞ്ഞ അവസാനം വെള്ളം കിട്ടി. ഇങ്ങനെ വെള്ളം വെക്കുന്നതൊക്കെ നല്ലതാണ്. ഒരുപാട് പക്ഷി ജീവജാലങ്ങൾക്ക് വളരെ ആശ്വാസമാവും. അവർക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കണം. അങ്ങനെ ഞാൻ മാർക്കറ്റിലോട്ട് നീങ്ങാണ്. ഇരുവശത്തും നല്ല കൈബോവിൻ്റെ മരമുണ്ട്. ഇങ്ങനെ ഈ തണലിൽ കൂടെ പോകുമ്പോൾ നല്ലൊരു ആശ്വാസം കൂടിയാണ്. മനസ്സിനും കുളിർമയും കിട്ടും. അങ്ങനെ പോകുന്ന വഴിയിൽ കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയ അരിപ്രാവും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ കരിക്കിൻ്റെ അവിടെ എത്തി. കരിക്ക് ഒരുപാട് ആൾക്കാരുണ്ട് കരിക്ക് വിൽക്കുന്ന. കരിക്കും പനയുടെ കിട്ടുന്ന ഒരു തരം കായയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ഇന്ന് മേടിച്ചത് ഒരു കരിക്കാണ്. അങ്ങനെ ഈ ചേട്ടൻ്റെ അടുത്ത് പോയി. ചേട്ടനാണെങ്കിൽ വേറെ ഒരു 2 തരം കരിക്കുണ്ട്. ഒന്നാണെങ്കിൽ തായ്ലൻഡിൽ നിന്ന് വരുന്നതും പിന്നെ ശ്രീലങ്കയിൽ നിന്ന് വരുന്നത്. തായ്ലൻഡിൽ വരുന്ന കരിക്കാണെങ്കിൽ അതൊരു തരം വെള്ള കളറാണ്. പക്ഷെ അതിൽ ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ ആ ചേട്ടനെ സംസാരിച്ച് ഞാൻ നിൽക്കുകയായിരുന്നു. ആ ചേട്ടൻ ഓരോന്നിങ്ങനെ കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ അടുത്ത ചേട്ടൻ അങ്ങനെ എനിക്ക് കരിക്കെടുക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു ബോക്സ് എടുത്തു. പിന്നെ ഇങ്ങനെയാണ് ഒരു കരിക്ക് കുടിച്ച ശേഷം കട്ട് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം വേറൊരു കസ്റ്റമർക്ക് അങ്ങനെ ചുരണ്ടിയിട്ട് അതിലുള്ള ബാക്കിയൊക്കെ കഴിക്കാൻ കൊടുത്തു. പിന്നെ ഞാൻ എടുത്തത് ഒരു നല്ല ഒരു കരിക്ക് നോക്കിയിട്ടാണ്. അദ്ദേഹം തിരയുന്നുണ്ട് അവിടുന്ന്. അങ്ങനെ തിരഞ്ഞ ശേഷം അദ്ദേഹം കരിക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ഓട്ടയാക്കി അതിലൊരു സ്ട്രോ വെച്ച് തന്നു. അങ്ങനെ ഞാൻ കുടിക്കാൻ പോവുകയാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്വാദൊക്കെ ഉണ്ട്. പക്ഷെ ഇളം കരിക്കായിരുന്നു. അങ്ങനെ ഞാൻ കുടിച്ചു. പിന്നെ നല്ല തണുപ്പുള്ള കരിക്കും കിട്ടും. പക്ഷെ ഞാൻ നോർമലായിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് പാട ഉണ്ടായിരുന്നു. അതും ഞാൻ കുറേശ്ശെ ഞാൻ കഴിച്ചു. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ കടയിലോട്ട് ഇങ്ങനെ നീങ്ങി. ഒരുപാട് ഈത്തപ്പഴം വിൽക്കുന്ന കടയുണ്ടായിരുന്നു അവിടെ സൈഡിൽ. ഇത് വലിയൊരു വെജിറ്റബിൾ മാർക്കറ്റാണ്. ഇതാണ് അവിടുത്തെ ലാമ്പ് മീൻ. രാത്രി കാലങ്ങളിൽ വർണ്ണാഭമായി കിടക്കും. അങ്ങനെ ഞാൻ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ട്രെയിലറുകൾ വരെ സൗദിയിൽ നിന്നും സുഡാനിൽ നിന്നൊക്കെ വന്ന കുറേ ആൾക്കാർ അങ്ങനെ തണലത്ത് ഇരിക്കുകയാണ്. ട്രെയിലറിൻ്റെ അടിയിൽ തണലിനും വർത്താനം പറഞ്ഞിട്ടും ഇവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞാൻ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്. പോകുന്ന സമയത്ത് ഒരു പക്ഷിയെ കണ്ടു. ഞങ്ങളുടെ നാട്ടിൽ വയലത്ത് കാണുന്ന ടിറ്റിറ്റി പക്ഷിയാണ്. അതിൻ്റെ സൗണ്ടും കൂടി നിങ്ങൾക്ക് കേൾപ്പിക്കാം. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.